നമ്മളെല്ലാവരും ക്ഷമയോടുകൂടി ആദ്യം അറിയേണ്ടത് ഭാരതാംബ എന്ന് പറയുന്നത് ഒരു ദേവസങ്കല്പമാണ്. അത് ജീവനെ സംബന്ധിക്കുന്ന ശാസ്ത്ര സങ്കല്പമാണ്. അഖണ്ഡ ഭാരത സിദ്ധാന്ത പ്രകാരം, അതായത് നവനിധികളായിരിക്കുന്ന ഹിമാലയത്തിൻ്റെ ജലത്തിനു പ്രാധാന്യമുള്ള വരുണപീഠമായിരിക്കുന്ന ഈ ജംബൂദ്വീപിന് കാരണമായിരിക്കുന്ന ജീവനെ പർവ്വതീകരിക്കുന്ന പ്രദേശങ്ങളാണ്. ഭാരൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്, ഹരിതലോകമാണ്. ആ ഹരിതലോകത്താൽ, വൃക്ഷലോകത്താൽ ഗർഭപാത്രം തീർക്കുന്ന ഭാരൻ തം തീർക്കുന്ന പ്രദേശം, ജീവൻ ജനിക്കുന്ന ദേശം. ലക്ഷ്മി ലോകം, ജന്തുലോകം, ജനിക്കുന്നിടം, ജീവിക്കുന്നിടം, മരിക്കുന്നിടം, മണ്ണാകുന്നിടം, വീണ്ടും പുനർജനിക്കുന്നിടം. ജീവലോകത്തിൻ്റെ പുനർജനികളാൽ അണ്ടശക്തിയും ബീജശക്തിയുമായി മണ്ണും ജലവും നിറയുന്നിടം, പ്രവഹിക്കുന്നിടം. കൽപ്പാന്തത്തിലേക്ക് പോകുമ്പോഴാണ് ഈ സങ്കല്പത്തിന്, ദേവസങ്കല്പത്തിന് പ്രാധാന്യം വരുന്നത്. കാരണം ഇവിടെ ഭൂമിയിൽ ജീവനെ നിലനിർത്തണമെങ്കിൽ ജലത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായിരിക്കുന്ന അവസ്ഥയിലുള്ള ഈ ഹിമാലയത്തിൻ്റെ പുത്രി എന്ന് പറയുന്ന സങ്കല്പം, ഭാരതി എന്ന് പറയുന്ന സങ്കല്പം. ആ ഭാരൻ വിഷ്ണുവാണ്. ഭാരതി എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന് കാരണമായിരിക്കുന്ന ജലമാണ്. ആ ജലത്തിൻ്റെ മായ മാത്രമാണ് നമ്മൾ. ആ ഭാരതി വാഗ്ദേവിയാണ്. സ്വരത്തിന് കാരണം ശബ്ദമാണ്. ആ ജലമാണ് ശബ്ദത്തെ ജനിപ്പിക്കുന്നത്. ശബരത്തിൽ നിന്നാണ് ശബ്ദം. ഇപ്പം നമ്മുടെ നാവിൽ നിന്ന് പോലും ആ ജലത്തിൻ്റെ അംശം നഷ്ടപ്പെട്ടാൽ നമ്മളുടെ നാവ് പോലും ശബ്ദത്തെ ജനിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ജലം നമ്മുടെ നാവിൽ നിന്ന് മാഞ്ഞാൽ നമ്മളുടെ ശബ്ദം നിലച്ചു പോകും. ആ ഭാരതിയായിരിക്കുന്ന, വാഗ്ദേവിയായിരിക്കുന്ന ആ ജലത്തിൻ്റെ മായ മാത്രമാണ് നമ്മൾ. ഹിമാലയം എന്ന് പറയുന്ന ജീവനെ പർവ്വതീകരിക്കുന്ന ആ മഹാപർവ്വതത്തിൻ്റെ, ഹിമവാൻ്റെ പുത്രീഭാവത്തിലുള്ള ശുദ്ധജലമായിരിക്കുന്ന പാർവതിയുടെ പ്രവാഹദേശമെല്ലാം, അല്ലെങ്കിൽ പ്രവേശനമുള്ള ദേശങ്ങളെല്ലാം അഖണ്ഡ ഭാരത സങ്കല്പത്തിൽ വരും. അപ്പോൾ ഭാരതാംബയുടെ കൈകളിൽ ഇരിക്കേണ്ട കൊടി ജീവനെ ജനിപ്പിക്കുന്ന വർണ്ണമായിരിക്കുന്ന കാവിയാണ്. ക്ഷാരഗുണമുള്ള ജലത്തെ കടലിൽ നിന്നും ജനിപ്പിച്ച് ക്ഷീരഗുണമുള്ള ആ മാതൃഭാവത്തിലേക്ക് ഈ ജലത്തെ എത്തിക്കുന്നതിന് കാരണമായിരിക്കുന്ന വർണ്ണം സൂര്യൻ്റെ കാവിവർണ്ണമാണ്. ആ കാവിവർണ്ണമാണ് ഈ ഭാരതാംബയുടെ സങ്കല്പത്തിൽ. ആ ഭാരതാംബയുടെ മുകളിൽ അല്ലെങ്കിൽ കൈകളിൽ ഉയർന്നു നിൽക്കേണ്ട വർണ്ണം കാവിവർണ്ണമാണ്. അല്ലാതെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ, ഭാരതം എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ ദേശീയ പതാകയല്ല. ഒരു രാജ്യത്തിന് അതിർവരമ്പുകളുണ്ടാവും. പക്ഷേ ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പത്തിന്, വരുണപീഠം എന്ന് പറയുന്ന ഈ പ്രദേശത്തിന് കാരണമായിരിക്കുന്ന ഈ ശുദ്ധജലത്തിൻ്റെ പ്രവാഹത്തിന് സ്വാധീനമുള്ള ഹിമവാൻ്റെ വൈഭവത്താൽ ഈ ഹിമയ്ക്ക് സ്വാധീനമുള്ള ഹിമ നവനിധികളെ സൃഷ്ടിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഈ ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പത്തിൽ വരും. അതൊരു രാഷ്ട്രചിന്തയല്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ദർശനത്തിൽ വരുമ്പോഴാണ് ഈ ചിന്തയിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. ആഹാരത്തിന് വേണ്ടിയോ ആചാരത്തിന് വേണ്ടിയോ ഒന്നിനെയും ഹിംസിക്കാതെ സ്വാധീനമപ്പുറത്ത് സാത്വികത എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് സർവ്വജീവനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഭാരതാംബ എന്ന് പറയുന്ന ദേവസങ്കല്പത്തിലേക്ക്, ജലത്തിൻ്റെ മായയായിരിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാറുവാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ പാർവതിയുടെ മായയാണ്, ജലത്തിൻ്റെ മായയാണ് നമ്മൾ രജോ സത്വ തമോ ഗുണങ്ങളിലൂടെ മായുന്നതുമാണ്. ആ ജീവനെ ഇവിടെ നിലനിർത്തണമെങ്കിൽ, പുനർജനിക്കണമെങ്കിൽ, ജീവൻ്റെ പുനർജനനങ്ങൾ ഇവിടെ സാധ്യമാകണമെങ്കിൽ ഈ ഹിമവാൻ്റെ പുത്രിയായിരിക്കുന്ന ആ ജലത്തിൻ്റെ പ്രദേശങ്ങളെ, ആ നവനിധികളായിരിക്കുന്ന, നവഖണ്ഡങ്ങളായിരിക്കുന്ന അഖണ്ഡ ഭാരതത്തെ ഇവിടെ വൈഷ്ണവ ശക്തിയാൽ, ഹരിതലോക ശക്തിയാൽ സംരക്ഷിച്ച് നിലനിർത്തേണ്ടത് ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഈ ദേവസങ്കല്പത്തിൻ്റെ പ്രാധാന്യം. പരിസ്ഥിതി ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദേവതാസങ്കല്പം. ലോകത്തെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഭാരതം വെട്ടിപ്പിടിച്ച് മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ച് ഈ ദേശത്തിൻ്റെ വിസ്തൃതിയെ വർദ്ധിപ്പിക്കുക, അയൽ രാജ്യങ്ങളെ ആക്രമിക്കുക എന്നുള്ളതൊന്നുമല്ല ഇതിൻ്റെ അർത്ഥം. ശ്രീലങ്ക ശ്രീലങ്കയായും, ഭൂട്ടാൻ ഭൂട്ടാനായും, പാകിസ്ഥാൻ പാകിസ്ഥാനായും, ബംഗ്ലാദേശ് ബംഗ്ലാദേശായി അവിടെ തുടർന്നാലും മഹാവൈഷ്ണവ ശക്തിയുടെ വൈഭവം നഷ്ടപ്പെടാതെ ആ വന്യമായിരിക്കുന്ന വനത്തിൽ നിന്നും വന്യജീവികൾ ഉൾപ്പെടെയുള്ള സകല ജീവികളെയും ജനിപ്പിച്ചുകൊണ്ട് ഇവിടെ 30 മുക്കോടി ചരാചരങ്ങളെയും പുനർസൃഷ്ടിക്കുവാൻ കഴിയും. ആ 30 മുക്കോടി ചരാചരങ്ങളെയും ദൈവസമ്പത്തായി, ജൈവസമ്പത്തായി കണ്ട് അവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആരാധന ചെയ്യുവാൻ ഈ ഭാരതീയർക്ക്, ഈ ശാസ്ത്രചിന്തയുള്ളവർക്ക് കഴിയും എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം.
ഒരിക്കലും മതചിന്തയിൽ നിന്നല്ല ഭാരതത്തിൻ്റെ വേദചിന്ത രൂപപ്പെട്ടത്. വേദശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സെൻസാകുമ്പോൾ മാത്രമാണ് ഈ ശാസ്ത്ര വിഷയത്തെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പരീക്ഷണങ്ങളിലൂടെ, നിരീക്ഷണങ്ങളിലൂടെ, ഗവേഷണങ്ങളിലൂടെ സെൻസാകുമ്പോൾ മാത്രമാണ് നമുക്ക് ശാസ്ത്ര വിഷയങ്ങളെ സയൻസാക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ സെൻസാക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ പഠിക്കുക തന്നെ വേണം. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയ കുറച്ച് കാര്യം കൂടി നമുക്ക് പറയാം. എന്നിട്ട് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള പരാമർശം ഇവിടെ നിർത്താം.